വെറൈറ്റി ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഹൊറർ ചാലഞ്ച് ആയിട്ടാണ് ഗൈസ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഗോസ്റ്റ് ഹണ്ടിങ് ചാലഞ്ച്. അതായത് ഈ വീട്ടിലൊരു പ്രേതമുണ്ട്, ആ പ്രേതത്തിനെ നമ്മൾ ഇന്ന് പിടിക്കണം. അതെ, ഞങ്ങളിൽ ഒരാളാണ് ആ പ്രേതം. ഈ വീട് പോലും അറിയാതെ ഞങ്ങളുടെ ഒരാൾ പ്രേതമായി മാറിയിരിക്കുകയാണ്. സമയം 2:18. സോറി 2:18. 2:18 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ നല്ല പേടിയുണ്ട്. ഞങ്ങൾക്ക് തീരെ പേടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗോസ്റ്റ് ഹണ്ടിങ് ചാലഞ്ച് എന്താന്നുള്ളത് സല്ലു നമുക്ക് പറഞ്ഞു. അതെ, ഗോസ്റ്റ് ഹണ്ടിങ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നിങ്ങൾ ഇത് വീട്ടിനുള്ളിലുള്ള പ്രേതത്തിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളിൽ ഒരാൾ പ്രേതമായിരിക്കും. ആ പ്രേതത്തിനെ നമ്മൾ ലോട്ട് ഇട്ടിട്ട് തീരുമാനിക്കും. ആ പ്രേതത്തിനെ തപ്പി ഇറങ്ങുന്ന ഹണ്ടേഴ്സ് ആയിരിക്കും ബാക്കി 2 പേര്. ഈ ഹണ്ടേഴ്സിന്റെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിലും ഓരോ മെഴുകുതിരി വീതം ഉണ്ടാവും, കത്തിച്ച മെഴുകുതിരി. അതും കൊണ്ട് നിങ്ങൾ പ്രേതത്തിനെ തളയ്ക്കാനുള്ള തകിട് തപ്പിയിട്ട് വേണം ഇറങ്ങാൻ. ഇതാണ് ആ തകിട്. അതെ, ഇത് കണ്ടുപിടിക്കണം. അതായത് 2 പേര് ഈ തകിട് കണ്ടുപിടിക്കാൻ ഇറങ്ങണം. ഈ തകിട് കണ്ടുപിടിച്ചാൽ മാത്രമേ ഗോസ്റ്റിനെ തളയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഇതിലുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തപ്പി ഇറങ്ങുന്ന സമയത്ത് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ മെഴുകുതിരി ഉണ്ടാവുമല്ലോ. ഇത് കത്തിച്ച മെഴുകുതിരി ആയിരിക്കും. ഇൻ കേസ് ആ മെഴുകുതിരി കെട്ടുപോയാൽ, ആരുടെ മെഴുകുതിരിയാണോ കെട്ടുപോയത് അവർ ഒറ്റയ്ക്ക് നടന്നു വന്ന് ഇതാ ഇവിടെയുള്ള ഈ മെഴുകുതിരിന്ന് വേണം അത് കത്തിക്കാൻ. ഈ സമയത്ത് ഗോസ്റ്റ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഗോസ്റ്റിന് വന്നിട്ട് അയാളെ തട്ടാം, കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് കുറച്ച് കരി വരെ തേക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അതോടെ ഡെഡ് ആവും. പിന്നെ മറ്റേ ഒരാൾ മാത്രം വേണം തകിട് തപ്പി ഇറങ്ങാൻ. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് മെഴുകുതിരി കെട്ടാൽ മാത്രം ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്, ആ സമയത്ത് ഗോസ്റ്റിനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. ഗോസ്റ്റിനെ കണ്ട് ഈ തകിട് പിടിച്ചിട്ട് ഗോസ്റ്റിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചത്ത ഗോസ്റ്റ് ഒന്നുകൂടെ ഡെഡ് ആവും. ഓക്കെ, ആത്മാവ് ഡെഡ്. ഓക്കെ, എല്ലാം ക്ലിയർ അല്ലേ? പിന്നെ ഈ തകിട് ഒളിപ്പിക്കേണ്ടത് ഗോസ്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ തീരെ കാണാത്ത ഏതെങ്കിലും മൂലയിൽ പോയി ഒളിപ്പിക്കാൻ പറ്റില്ല, അത് ഞാൻ ശ്രദ്ധിക്കും. ഓക്കെ, കാരണം അവിടെ വെളിച്ചമില്ല, ആകെ മെഴുകുതിരി വെളിച്ചത്തിൽ വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്ഥലത്ത് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, ഓക്കെ, റെഡി? ഗോസ്റ്റ് ആവുന്ന ആരാന്നുള്ളത് ലോട്ടിട്ടോ. ആ ഗോസ്റ്റിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഗോസ്റ്റിന്റെ വീഡിയോ എടുക്കാൻ തകിട് ഒളിപ്പിച്ചോക്കാം ആദ്യം. ഗൈസ്, പ്രേതം റെഡിയാണ്. ഇത് നമുക്ക് തകിട് ഒളിപ്പിച്ച് വെക്കാം. ഇവിടെ 2 പേര് പേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സത്യമായിട്ട് നല്ല പേടിയുണ്ട്. അമലേട്ടന് കണ്ടപ്പോ പറയാ വിയറ്റ്നാമീസ് തായ്ലൻഡ്. പക്ഷെ ഞാൻ കൂടെ വരില്ല. ഒറ്റയ്ക്കിന്റെ വണ്ടി പോകുന്നുണ്ട്. പ്രേതത്തിന് പേടിയുണ്ടാവില്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, വേണമെങ്കിൽ കൂടെ വന്നാൽ തകിട് വെക്കും. നിങ്ങളെന്താ നോക്കിന്റെ പേടിയാവുന്നുണ്ട്? എനിക്കിന്നെക്കാട്ട് പേടിയാവുന്നുണ്ട്. നിങ്ങൾ എവിടെയാ നിൽക്കുക? ഞങ്ങളോ? ഞങ്ങൾ ഇവിടെ നിൽക്കാം. അങ്ങനെ പൊത്തി നിന്നോ? രണ്ടാക്കും വേണ്ട മെഴുകുതിരി. അല്ല, ഒന്നിപ്പോ കിടത്തില്ല. നമുക്ക് വേണ്ടേ? നമുക്ക് വിളിച്ച വേണ്ടേ? അല്ല, ആദ്യം നമുക്ക് ഇത് വെച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി. ഓക്കെ, നിങ്ങളെ കണ്ണടിച്ചോ, ഞങ്ങളിത് വെച്ചിട്ട് വരാം. പക്ഷെ അഞ്ചു ഇത് പ്രെഡിക്റ്റബിൾ ആയിരിക്കും. പ്രെഡിക്റ്റ് ചെയ്യാത്ത സ്ഥലത്തൊക്കെ എനിക്ക് പേടിയാതുകൊണ്ടാ ഞാൻ തന്നെ എവിടെയും നോക്കാതെയാണ് നടക്കുന്നത്. ഒരു ബെഡ് ഉണ്ട്, ഇതിന്റെ സൈഡിലൂടെ വെച്ചു, ഇങ്ങോട്ട് വെച്ചു. അവിടെ വെക്കല്ലേ?
സെറ്റഡ്. ഗൈസ് തകിട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഒന്ന് കണ്ടുപിടിക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളെ കൊല്ലും. കോസ്റ്റിനെ പേടിയാണ് ഗൈസ്. ഗൈസ് ഗോസ്റ്റ് തകിടൊക്കെ ഒളിപ്പിച്ച് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ മെഴുകുതിരി ഇനി ഞങ്ങൾ കിടാതെ സൂക്ഷിക്കണം, കാരണം ഇത് ഞങ്ങളുടെ ജീവനാണ്. അതെ, ഇത് ഞങ്ങളെ ലൈഫാണ്. ഇത് കെടാതെ വേണം നമ്മൾ ആ തകിട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ. നമുക്ക് ഇറങ്ങിയാലോ? നടക്കാം. എന്തിനാ എന്നെ വലിക്കുന്നത്? നടക്കില്ലേ? ഇല്ലല്ലേ? ഇങ്ങോട്ട് തകിട് പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ ഈ ഒരു അന്തരീക്ഷം മാറിക്കിട്ടും. പെട്ടെന്ന് മാറിക്കിട്ടും. ഇതൊന്ന് തുറക്ക്, ഇതൊന്ന് തുറക്ക്. ഇതാ തപ്പ് തപ്പ് തപ്പ്. എന്താ ഒരു വൃത്തികെട്ട സൗണ്ടൊക്കെ. കുറച്ച് കോപ്പർ ഇവിടെ നിന്ന് തപ്പിന്റെ കയ്യിൽ ഫോണും ഉണ്ട്, മെഴുകുതിരിയുണ്ട്, അതുകൊണ്ടാ. ഇതൊന്നും വെക്കാൻ ചാൻസ് ഇല്ല. ആ ബെഡിന്റെ സൈഡ് ബാക്കിലുണ്ടോ നോക്ക്. ശ്രീ, സമയം 3 മണിയാവാനായിട്ടോ. 3 മണി അത്ര നല്ല സമയമല്ല. ഇല്ലല്ലോ. ഉണ്ടോ? ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. മുടിയൊന്നും കത്തിക്കില്ലേ? അത് നോക്ക്, ആ കണ്ണാടി നോക്ക്. കണ്ണാടിയിൽ റിഫ്ലക്ഷൻ. പേടിക്കണ്ട. ഇതെങ്ങനെ ഇവിടെ ധൈര്യത്തോടെ നിന്നു? ചീർപ്പാട് ഞാൻ തകിടാണ്. പോയി പേടിയണ്ട. അവളിപ്പോ ഇവിടെ നടന്നു പോയതാ. സൗണ്ട് കേൾക്കൂ. ഇവിടെ ഒന്നുമില്ല. അടുത്തത് ഹോളിന്റെ അവിടെ തന്നെ ഉറപ്പിച്ചിട്ടോ അറിയില്ല. ഞാനുണ്ട്. നമ്മളെ മെഴുകുതിരി കിടന്നുണ്ടോ എന്ന് നോക്കി നടക്കുക. അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു പോസിബിലിറ്റി തോന്നുന്നുണ്ട്. ഇവിടെ ഒന്നും ഇല്ലട്ടോ. മുകളിലേക്ക് പോയേക്കാം. നമ്മൾ താഴെ മുഴുവൻ തപ്പി ഇവിടെ ഒന്നും കാണുന്നില്ല. ഇനി നമുക്ക് മുകളിൽ നോക്കണം. മെഴുകുതിരി നോക്കണേ. മെഴുകുതിരി കെട്ടാൽ എനിക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. വേഗം തപ്പായ ഇത് മെല്ലെ നടക്കാനുള്ള കുറ്റത്ത് കെട്ടുമോ? എന്തെങ്ങനെ നോക്കണം? തലയിട്ടുണ്ടോ നോക്കിയോ? അങ്ങനെയോ? ഇതൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ച സാധനം. ഇത് നനക്കാൻ പറ്റൂല. പുറത്ത് നോക്കിയോ? പുറത്താ? അത് വേണോ? നോക്കാം. ദയവേത് പുറത്തേക്കൊന്നും ഇറങ്ങരുത്. ഒരു കാര്യം ചെയ്യാം, ശ്രീ ഇവിടെ നിൽക്ക്. ഞാൻ ഈ മെഴുകുതിരി ഇങ്ങനെ പിടിച്ചിട്ട് പുറത്ത് പോയി നോക്കാം. സൂക്ഷിക്കണം, കെട്ടുവരുത്. ഇവിടെ തന്നെ നിന്നാ മതി. ഓക്കെ ഓക്കെ. കെട്ടുമില്ല, ഞാൻ ഒറ്റയ്ക്കാവും.
അല്ല ശ്രീ വയ്ക്കും അതിനെനിക്ക് ധൈര്യമില്ല. താനെയാണ് ഞാൻ പേടിക്കണ്ട. നല്ലോണം തപ്പു ഷാമി. അപ്പുറത്തേക്ക് ഇതിന്റെ മുകളിലേക്ക് നോക്ക്, ടാങ്കിന്റെ മുകളിലേക്ക് നോക്ക്. ഷാമി കെയർഫുൾ. കിട്ടിയോ? എന്താ പറ്റി ഷാമിയ? ഒന്നുമില്ല, ചത്തുപോയതാ. ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ തത്തില്ല. എത്ര ദിനം ഞാൻ അങ്ങോട്ട് പോയത്. ആ കാറ്റടിച്ചിട്ട് ഷാമിനെ പ്രേതം കൊണ്ടേ ഗൈസ്. ഇനി നമുക്ക് തപ്പാം. ഞാൻ ധൈര്യം സംഭരിച്ച് ഞാൻ തപ്പാൻ പോവാണ്. പ്രേതന്റെ കൂടെ തന്നെ ഉണ്ട്. എപ്പോഴാണ് എൻ്റെ മെഴുകുതിരി കെടുന്നതെന്ന് നോക്കി നടക്കണം പ്രേതം. ഷാമിക്ക് മിസ്സായി പോയ ഏതോ ഒരു സ്ഥലമുണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു സ്ഥലമാണ് നമുക്ക് തപ്പി പിടിക്കേണ്ടത്. ഈ ഒരു റൂമിലേക്ക് ഷാമി വന്നിട്ടേ ഇല്ല. ഈശ്വര, ഇവിടെ എങ്ങാനുണ്ടോ ഇനി? അമ്മേ കടല്ലേ, ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഇവിടെ നോക്കൂ. കിട്ടി ഗൈസ്, കിട്ടി 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 കിട്ടി. എവിടെയാ ഗോസ്റ്റ്? ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു, ആ കട്ടിലുള്ളിൽ. ബെഡില്ലേ ഈ നോക്കാണ്ട് പോയേ, അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ സാധനം. ബെഡ് പക്ഷെ ഞാൻ വെറുതെ ഒന്ന് നോക്കിയത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ തിളങ്ങുന്ന കണ്ടു. മെഴുകുതിരി ഉള്ളിലേക്ക് വെച്ചപ്പോ അപ്പൊ ഞാനിതെടുത്ത്. അങ്ങനെ നമ്മൾ ആ ഗോസ്റ്റ് തിളച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എന്റെ മരണത്തിന് ശ്രീ പകരം ചോദിച്ചിരിക്കുകയാണ്. ഞാൻ കടമറ്റത്ത് ഇത് എനിക്ക് തന്നെ കണ്ട് പേടിയായിരുന്നു. ഞാനൊരു പല പല സ്ഥലത്ത് പോയിട്ട് കണ്ണാടി കഴിഞ്ഞ് ഞാൻ ഇന്നെ തന്നെ കണ്ട് പേടിക്കരുത്. ഇവിടെ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ട്. അത് എനിക്ക് പേടിയായിരുന്നു. ഞാൻ കണ്ട ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനത്തെ വെളിച്ചത്തിലൊക്കെ കണ്ണാടിയിൽ ഇതിലൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര പേടിയാവും. അപ്പൊ അടുത്ത ഗോസ്റ്റ് ആരാ? ഷാമില്ലേ? അടുത്ത ഗോസ്റ്റ് ഞാനാണ് ഗൈസ്. ഞാൻ ഈ ഗോസ്റ്റ് ആയി മാറാൻ വേണ്ടി പോവുകയാണ്. ഗോസ്റ്റ് ആയിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? ഇതൊരു വെറൈറ്റി പ്രേതം. അതെ, ഇതൊരു വെറൈറ്റി മേക്കപ്പ് ആയിട്ടുള്ള ഒരു പ്രേതം. ജോക്കർ സിനിമയിലെ പ്രേതമാണ്. കായൊക്കെ കീറി ദ്രംഷ്ടങ്ങളൊക്കെ പുറത്തേക്ക്. എന്നെ കൊന്ന സമയത്ത് പാടുകളൊക്കെ എന്റെ മുഖത്തുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ വെച്ചതാണ്. മനസ്സിലായോ? എനിക്ക് പേടിയാണ്. ഞാൻ
വരൂല. അല്ല തകിടെവിടെ? അങ്ങനെ ഗൈസ് പ്രേത ആ തകിട് കൊണ്ടുപോയി ഒളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയെങ്കിലും ആ തകിട് കണ്ടുപിടിച്ച് കാര്യത്തിന് വകവരുത്തണം. ആദ്യം നമുക്ക് റൂമിലേക്ക് പോയി. അവിടെ ഒരു പ്രേതം ഇരിക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് തപ്പാതെ വഴിയില്ല. ആദ്യം നമുക്ക് റൂമിൽ നിന്ന് തുടങ്ങാം. അതിനെ കൊണ്ടില്ല. ആ കട്ടിന്റെ പുറകിലൊക്കെ നോക്ക്. നമ്മളെ മെഴുകുതിരി കിടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പൊ. അത് അഞ്ചി ഇവിടെ തപ്പ്, ഇവിടെ തപ്പ്. തപ്പിക്കാം. എനിക്ക് തോന്നുന്നു എന്റെ ഓർഡർ മാറിയിട്ടുണ്ടോ? ബാഗിൽ വെച്ചിട്ടുണ്ടോ? പറയാൻ പറ്റില്ല. ഇവിടെ എത്തി. അങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റൂല. ആ മെഴുകുതിരി ഇപ്പൊ കിടയായിരുന്നു. അതിനിതൊക്കെ ഇട്ടുപോ. എന്റെ കയ്യമ്മൽ ഉറ്റിന്നിട്ടു. അത് അപ്പുറത്തേക്ക് പോയി. ഇവിടെ നോക്ക്. അതെ, ആ സമയം കൊണ്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി നോക്കും. എന്നാലും ഇവിടെ ഒന്നും കൂടെ ഒന്ന് നോക്കിട്ട് പോവാം നമുക്ക്. ഞാൻ നോക്കാം. ഇല്ല, മുളയുവാ. പറ്റുണ്ട്. ഇല്ല, മുളയുവാ. ഏതാ പോടാ. വരുന്നുണ്ട്, വരുന്നുണ്ട്. വരുന്നോ? വേഗം തപ്പിക്കോ, വേഗം തപ്പിക്കോ. പക്ഷെ ഇവിടെ മുന്നേ പറയുന്നത് ഒളിപ്പിച്ചതുകൊണ്ട് വെക്കാൻ സാധ്യത കുറവല്ല. ഉണ്ടോ? അവിടെ അവിടെ ഒന്നുമില്ല. ബാൽക്കണി പോവാൻ നേരത്തെ ബാൽക്കണി പോയിട്ടാണ് ചത്തത്. സാത്താനെ ദൂരെ പോ. ഷെൽഫിൽ നോക്കാം. പ്രേതത്തിന്റെ മേക്കപ്പ് സാധനങ്ങളാണ്. ചിലപ്പോ വരും. നല്ല തപ്പ്. ഇത് ലൈറ്റ് അടിക്കുമ്പോ എന്തായാലും തിളങ്ങും അതല്ലേ? അങ്ങനെയാണ് നേരത്തെ എനിക്ക് കിട്ടിയത്. ബാക്കില്
ആ ജനലിന്റെ സൈഡ് നോക്ക്. ശ്രീ ചത്തുപോയി. ശ്രീയോ ചത്തിനി ഞാൻ പോയി തപ്പട്ടിനി ഞാനും കൂടി ചാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം. ഈ പ്രേതാണെങ്കിൽ ഒന്നും വൃത്തിട്ട് പ്രേതം. ഈ റൂമിലൊന്ന് തപ്പിട്ട് വരാം. മെഴുകുതിരി കെടാതെ പോണം. മെഴുകുതിരി കെടാതെ പോണം ഗൈസ്. എന്റെ പൊന്നോ, ഈ പ്രേതത്തെ കൊല്ലേണ്ട ആവശ്യമില്ല. ഞാൻ പേടിച്ച് ചാവുന്ന തോന്നുന്നു. ഈ റൂമിൽ തന്നെ ഒന്നുകൂടെ തപ്പട്ടെ. ആ റൂമിലില്ല, മറ്റേ റൂമിലും ഇല്ല. ഇനി ഈ റൂമിൽ ഉണ്ടാവാനാണ് സാധ്യത. സീൻ്റെ ഉള്ളിലുണ്ട്. അതാ അതാ സാധനം കിട്ടി. ഗൈസ് തകിട് കിട്ടി. പ്രേതം എവിടെ? പ്രേതം ഓടാനുള്ള പരിപാടി. പ്രേതം ഓടി കളിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ പ്രേതത്തിനെതിരെ തളച്ചിരിക്കുകയാണ്. പ്രേതത്തിന്റെ എല്ലാ ശക്തിയും പോയി. പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താന്ന് വെച്ചാല് ഓരോ റൗണ്ടിലും പ്രേതം ഓരോരുത്തരെ വീതം കൊല്ലും ചെയ്ത്, പക്ഷെ പ്രേതത്തിനെ ഓരോ റൗണ്ടിലും നമ്മളെ വക വരുത്തുകയും ചെയ്തു. അതെ, ഫസ്റ്റ് റൗണ്ടിൽ ശ്രീ വക വരുത്തി, സെക്കൻഡ് റൗണ്ടിൽ ഞാനും വക വരുത്തി. അതെ, ഈ പ്രേതത്തിന് ഇപ്പൊ ശക്തി ഇല്ല. ശ്രീ മാത്രമാണ് പ്രേതാവാതെ. പക്ഷെ ഞാൻ വളരെ സമയം ഇപ്പൊ 3:56. അതെ, അത്രയും നേരം ഞങ്ങൾ പ്രേതമായിക്കൊണ്ടിരിക്കരുത്. പക്ഷെ ഞാൻ വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു അടവായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ട് മെഴുകുതി കെട്ടത് അറിയിക്കാതെ ഞാൻ പോയി നോക്കിയപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കൊല്ലപ്പെട്ടത്. അപ്പൊ ഗൈസ് ഇന്നത്തെ ഈ ഒരു ഗോസ്റ്റ് ഹണ്ടിങ് ചാലഞ്ച് ഈ ഒരു പുലർച്ചെ 4 മണിക്ക് ഞങ്ങൾ അതെ, ഞങ്ങൾക്ക് ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ സമയം തന്നെ തെരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കളിച്ചു നോക്കാം. ആരും അത് ഒരു തരത്തിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് തരില്ല. കാര്യം നല്ല പേടിയാവട്ടെ. ഈ വേഷം കെട്ടിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലും പേടിക്കും. നമ്മളെ തന്നെ കണ്ണാടി കണ്ടാൽ മതി. അതെ, വല്ല കള്ളന്മാരൊക്കെ ഈ സമയത്ത് വന്നിട്ട് വീടിന്റെ ഉള്ളിലേക്ക് നോക്കണം. ബോധം നോട്ട് സ്പോട്ടിൽ പോകും. അപ്പൊ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാൻ പറ്റും. അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് വരും. അതുവരെ ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് സഞ്ജിത.